കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ സായം സന്ധിയിൽ ഈ തങ്കളം ജംഗ്ഷനിൽ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ സർവേശ്വരനായ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഉദ്ഘോഷിക്കുന്നതായ സന്ദേശം ഈ ദേശത്തുള്ള ജനങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം മ്ലേച്ഛമായതും നീചമായതും മനുഷ്യർക്ക് പരസ്പരം സഹിക്കാനാവാത്തതുമായ കെടുതികൾ വിതയ്ക്കുന്നതുമായ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും വന്നിരിക്കുകയാണ്. ഈ സന്ധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും സ്വാഗതവും നന്ദിയും അർപ്പിക്കുന്നു. ശേഷാല് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ വന്ദനം അറിയിക്കുന്നു. ശേഷാല് ഈ നാടിന്റെ അധികാരപരിധിയിൽ നിൽക്കുന്ന സകല അധികാരത്തോടും നന്ദിയും കടപ്പാടുമുള്ളവരാണ് ഞങ്ങൾ. അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളുടെ ഈ സുവിശേഷ പ്രഘോഷണത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. തലകളെ വണക്കാം. നമുക്ക് സർവേശ്വരനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ വൈകിയ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ, ഈ ദേശത്ത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ തീരുമാനമെടുത്ത് ഈ ജംഗ്ഷനിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണം. ദൈവിക ദൂതന്മാരുടെ കരുതൽ ഞങ്ങൾക്കുണ്ടാകണം. എല്ലാ അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണം. ഈ ദേശത്തുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. ഹൃദയങ്ങളെ തുറക്കണം. പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാക്കുവാൻ, നിരാശയിലും വേദനയിലും കഷ്ടതയിലുമായിരിക്കുന്ന ജനം വിടുവിക്കപ്പെടുവാൻ ഈ പരിപാടി കൊണ്ട് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമം ഇന്ന് വൈകിയ വേളയിലൂടെ മഹത്വമെടുക്കണം. അത്ഭുതങ്ങൾ നടക്കണം. രോഗശാന്തി പ്രാപിക്കണം. അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും 2000 വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തിൽ മനുഷ്യനായി കടന്നുവന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ഉദ്ധാരകനായി കടന്നുവന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിപ്പാനിടയായി തീർന്ന നാസറേയനായ യേശുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലും സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാകണം. ഇത് ശ്രവിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ തുറക്കണമേ. അവരുടെ കാതുകളെ തുറക്കുമാറാകണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവിക രോഗശാന്തിയും സൗഖ്യവും ഈ ദേശത്ത് കൽപ്പിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതേ ഉണ്ടായി കേൾക്കുമാറാകണമേ.